എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പം ഞാൻ കാണിച്ചത് 5 മണിയാണെന്നുണ്ടെങ്കിലും ഞാൻ കുറേയധികം നേരം എഴുന്നേറ്റിട്ട് നമ്മളുടെ റൂബി കുഞ്ഞിന് വയറുവേദനയാണ് ഇന്ന് രാവിലെ മുതൽ പുറത്താണ്. അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു 4:30 മണിയോടുകൂടി ഞാൻ അവളെ പുറത്ത് വിട്ടതാണ്. അവൾ പുറത്ത് ഇറങ്ങി പുല്ല് തിന്നും, പിന്നെ അകത്തേക്ക് കയറി. അതുകൊണ്ട് ഡോറ് ഞാൻ തുറന്നിട്ട് അപ്പോൾ ചെന്നിട്ട് തുറന്നു കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് സാധാരണ ഡോറി സമയത്ത് ഇങ്ങനെ തുറന്നിടൂല, ഇരുട്ടായതുകൊണ്ട്. വല്ല എഴുതുന്നതൊക്കെ കയറിയാലും നമ്മൾ അറിയില്ല. അതുകൊണ്ട് പക്ഷേ ഇവളിങ്ങനെ പുറത്ത് നിൽക്കുന്നതുകൊണ്ട് പിന്നെ ഇവൾക്ക് തോന്നുമ്പോഴൊക്കെ ഓടിപ്പോകുന്നുണ്ട്, വയറുവേദനയൊക്കെ തോന്നുമ്പോൾ ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പുല്ല് തിന്നണേണ് അവിടെ പോയി നിന്നിട്ട്. അപ്പോൾ അതായത് കണ്ട അവിടെ നിന്ന് പുല്ല് തിന്നണേ കാണുന്നത്. അപ്പോൾ ഈ 4:30 മണി എന്നൊക്കെ പറയുമ്പോഴേ കിളികളൊന്നും എഴുന്നേറ്റിട്ടില്ല, അതുകൊണ്ട് യാതൊരു ശബ്ദവുമില്ല. പിന്നെ അതേ കുറച്ച് നേരം കഴിഞ്ഞാണ് കിളികളൊക്കെ എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് പരിചയപ്പെട്ടിട്ട് വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അഗാരോയുടെ ഗ്രാൻഡ് എഗ് ബോയിലർ ആണ്. അപ്പോൾ ഈ ഒരു ബോക്സിൽ എന്തെല്ലാമാണ് ഉള്ളതെന്നും അതിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നും നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് അഗാരോയുടെ ഗ്രാൻഡ് എഗ് ബോയിലർ. അപ്പോൾ ഈ ഒരു ബോയിലറിൽ നമുക്ക് എന്തെല്ലാമാണ് ഉള്ളതെന്ന് നോക്കാം. ഈ ഒരു മെയിൻ യൂണിറ്റാണ് ഏറ്റവും ആദ്യം കാണിക്കാനുള്ളത്. ഇതിലൊരു പ്രസ് ബട്ടനാണ് ആ കാണുന്നത്. പിന്നീടൊരു ട്രാൻസ്പെറൻറ്റ് ലിഡ് കൊടുത്തിട്ടുണ്ട്. ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് വെച്ചിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ലിഡാണ്. പിന്നെ ഇതിൻ്റെ പവർ കോഡ്. അപ്പോൾ ഈ ഒരു 3 പിന്നിൻ്റെ പവർ കോഡാണ് തന്നിരിക്കുന്നത്. പിന്നെ പോച്ച്ഡ് എഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 എണ്ണം ഉണ്ടാക്കാവുന്ന ഒരു ബൗളാണ് അടുത്തത്. ഇതും ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഉള്ളത് എഗ്ഗ് ബോയിലിംഗ് ട്രേ ആണ്. ഇതിൽ നമ്മൾക്ക് 8 മുട്ടകൾ വെക്കാനുള്ള സ്പേസാണ് തന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത് മെഷറിംഗ് കപ്പാണ്. അതിലൊരു പിയേഴ്സിംഗ് പിന്നുണ്ട് ഇതുപോലെ. പിന്നെ അത് കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സേഫ്റ്റി ക്യാപ്പ് കൂടി തന്നിട്ടുണ്ട്. പിന്നെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡി ആയതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിങ്ങും ഡ്യൂറബിലിറ്റിയും ഉറപ്പ് തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു ഹീറ്റിംഗ് പ്ലേറ്റ് ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ റസ്റ്റ് വരുമെന്നുള്ള ഭയവും വേണ്ട. പിന്നെ ഇതിനകത്ത് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്കിൻ്റെ ലിഡും ട്രേകളും ബൗളുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പവർ വരുന്നത് 500 വാട്ടാണ്. അതുപോലെ 2 വർഷത്തെ വാറൻറ്റിയും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് കപ്പിൻ്റെ വാട്ടർ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. 120 ml, 85 ml, 55 ml, 35 ml, അങ്ങനെ ആ ഒരു ലെവലിലാണ് നമുക്ക് ഇതിൻ്റെ വാട്ടർ മെഷർമെൻറ്റ് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് പോച്ച്ഡ് എഗ് ഉണ്ടാക്കാനായിട്ട് 120 ml വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. 5 to 10 minutes ആണ് ഇതിൻ്റെ സമയം വരുന്നത്. അങ്ങനെ ഞാൻ പോച്ച്ഡ് എഗ് ഉണ്ടാക്കുന്ന ഈ ഒരു ബൗളിനകത്തേക്ക് 4 എഗ്ഗ് പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട്. 4 എണ്ണമാണ് ഒരു സമയം ചെയ്യാൻ സാധിക്കുന്നത്. ആദ്യം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം വെള്ളത്തിൻ്റെ അളവ് നമ്മളുടെ യൂസർ മാനുവലിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ഏത് രീതിയിലുള്ളതാണ് ഉണ്ടാക്കേണ്ടത് അതനുസരിച്ചിട്ടുള്ള ആ ലെവലിൽ വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഈ റാക്ക് വെച്ച് കഴിഞ്ഞിട്ട് മാത്രമാണ് ഈ ഒരു ബൗൾ അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കാം. അതിൽ പറയുന്ന ആ ഒരു സമയം 5 to 10 minutes ആകുമ്പോഴേക്കും നമുക്ക് 4 എഗ്ഗും നല്ല കറക്റ്റായിട്ട് വെന്ത് ഇത് ഓഫായിട്ടുണ്ടാവും. ഇത് ഓഫാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിലൊഴിച്ച വെള്ളം മൊത്തത്തിൽ വറ്റി കഴിയുമ്പോഴാണ് ഇത് ഓഫാകുന്നത്. അപ്പോൾ പിന്നെ നമ്മളിത് കൈകൊള്ളാതെ എടുത്ത് മാറ്റിയതിന് ശേഷം പെട്ടെന്ന് തന്നെ സ്വിച്ചും ഓഫ് ചെയ്തേക്കുക. എന്നിട്ടിത് തണുത്തതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ ഇനി നമ്മൾക്ക് ഹാർഡായിട്ടുള്ളതും അതുപോലെ മീഡിയം ആയിട്ടുള്ള എഗ്ഗ് കൂടിയിട്ട് വേവിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഹാർഡായിട്ടുള്ള എഗ്ഗിന് വേണ്ടിയിട്ട് അതിൽ ആ ഒരു മെഷർമെൻറ്റ് കപ്പിൽ തന്നെ അളവ് കൊടുത്തിട്ടുണ്ട്. ആ അളവിൽ വെള്ളം എടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ റാക്ക് വെച്ച് ആവശ്യത്തിൽ ഉള്ള മുട്ട വെക്കുക. മുട്ട വെക്കുന്നതിന് മുൻപായിട്ട് ഇതുപോലെ മുട്ടയുടെ വണ്ണമുള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് കുത്തി പൊട്ടിച്ചിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുത്തി പൊട്ടിച്ച ഭാഗം മുകളിലാക്കി വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മുട്ട ക്രാക്ക് വീഴാതിരിക്കാനും പെട്ടെന്ന് വെന്ത് കിട്ടാനും അത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ ആ ഒരു സമയമാകുമ്പോൾ ഇത് കട്ട് ഓഫ് ആകും. അപ്പോഴേക്കും നമ്മളുടെ എഗ്ഗ് കൈ പൊള്ളാതെ എടുത്ത് മാറ്റുക.
അപ്പോൾ നമ്മൾ ഇന്ന് ഹാർഡ് മീഡിയമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ളതും ഇതിനകത്ത് ചെയ്തെടുക്കാം. അപ്പോൾ ഹാർഡ് മീഡിയമാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ മുട്ട ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇത് സോഫ്റ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്, ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത് ഹാർഡാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ നമുക്ക് ഇതിനകത്ത് വെജിറ്റബിൾസ്, മോമോസ്, എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ചൂടാക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇതിനകത്ത് സാധിക്കും. അപ്പോൾ അതും ഇതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെജിറ്റബിൾസ് ഇതുപോലെ വെച്ച് വേവിക്കുക. ഇനി നമുക്ക് മോമോസ എന്തെങ്കിലും ആണെങ്കിൽ അത് വെച്ചിട്ട് വേവിക്കാം, എന്തെങ്കിലും ചൂടാക്കണമെങ്കിൽ ചൂടാക്കാം. ഇത്രയേ ഉള്ളൂ. സോഫ്റ്റ് ആയിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്ലീനിങ് കൂടി ശ്രദ്ധിക്കണം. 10-1 വിനാഗിരിയാണ് ഇടാനുള്ളത്. 10:1 എന്നുള്ള കണക്കിന് വിനാഗിരി മിക്സ് ചെയ്ത വെള്ളം, ഒരു ചെറിയ അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി മുക്കി പിഴിഞ്ഞതിന് ശേഷം ഇതിനകത്തുള്ള വേസ്റ്റുകളെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റിയിട്ട് അതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കുക. എന്നിട്ട് നമ്മളൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു സോഫ്റ്റ് തുണി വെച്ചിട്ട് തുടച്ച് വൃത്തിയാക്കി മുഴുവൻ ഡ്രൈ ആയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇത് അടച്ച് മാറ്റാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരിക്കലും ഇത് വെള്ളത്തിൽ മുക്കി കഴുകാൻ പാടില്ല. പക്ഷേ ഇതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗങ്ങൾ എല്ലാം തന്നെയും നമുക്കിതുപോലെ സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കിയിട്ട് നന്നായിട്ട് തുടച്ച് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എഗ് ബോയിലറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കിയത്. കാരണം ഈ മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ പോച്ച്ഡ് എഗ്ഗിൻ്റെ കൂടെയൊക്കെ കഴിക്കല്ലെന്ന് വെച്ച് അങ്ങനെ നൂഡിൽസ് ആക്കി. പിന്നെ ഇന്നത്തെ ദിവസം വോട്ട് ചെയ്യാൻ പോകുന്ന ദിവസമാണ്, ചൊവ്വാഴ്ച. അപ്പോൾ രാവിലെ തന്നെ പോകണമെന്ന് പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 9 മണി 9:30 ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം തീർത്തിട്ട് ഞാനും പപ്പയും കൂടി വോട്ട് ചെയ്യാൻ പോകണം. എനിക്കും പപ്പക്കും മാത്രമേ വോട്ടുള്ളൂ. വേറെ 3 മക്കൾക്ക് ഇത്തവണ വോട്ടില്ല, ലിസ്റ്റിലില്ല പേര്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും എഡ്വേർഡ് മെമ്മോറിയൽ സ്കൂളിൽ, ഗവൺമെൻറ് സ്കൂള് വെളിയിലുള്ള ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള ആ സ്കൂളിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ സ്കൂളിലാണ് പപ്പയൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. 10th വരെ പഠിച്ച സ്കൂളാണിത്. അപ്പോൾ നമ്മളുടെ തറവാട് വീട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അടുത്തുള്ള സ്കൂളിലല്ലേ പഠിക്കുക. അപ്പോൾ അങ്ങനെ അവിടെ കാറൊക്കെ പാർക്ക് ചെയ്തപ്പോൾ ഭയങ്കര ഒരു സന്തോഷം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. കാരണം ഇവിടെ ഇങ്ങനെ വന്നിട്ട് നിൽക്കാറൊന്നുമില്ല. നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പാസ് ചെയ്ത് ഇതിൽ കൂടി പോകും. അപ്പോൾ ഈ ബാക്കിൽ കാണുന്ന വീട് കണ്ട ആ മരങ്ങളും എല്ലാം ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഇതൊരു ബംഗ്ലാവ് പോലത്തെ ഒരു വീടാണ്. അപ്പോൾ ഈ ഒരു വീട്ടിലെ 2 കുട്ടികൾ റിച്ചാൻ്റെയൊക്കെ കൂടെ ഓട്ടോയിൽ ഡെൽറ്റ സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അന്നത്തെ ആ കൂട്ടായിരുന്നു. അവർ റിച്ചാൻ്റെ സീനിയേഴ്സാണ് രണ്ടുപേരും. എങ്കിലും ഭയങ്കര കൂട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിന്നപ്പോൾ ഇങ്ങനെ ഓർത്തേട്ടാ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പി. അങ്ങനെ ഞങ്ങൾ ഓട്ടൊക്കെ ചെയ്ത് വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ മുട്ട കൊണ്ടുള്ളൊരു പരിപാടി ആയിരുന്നതുകൊണ്ട് തന്നെ മുട്ടക്കറി ഞാൻ വെച്ചിട്ടുണ്ട്. മുട്ടക്കറി തന്നെ വെക്കാതെ നിവർത്തിയില്ല. മുട്ട കുറച്ചധികം നമ്മളിങ്ങനെ പുഴുങ്ങിയെടുത്തൊക്കെ വെച്ചേക്കണല്ലേ. അപ്പോൾ അതിന് മുട്ട കറി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീഫ് എടുത്ത് പുറത്ത് ഫ്രീസറിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് വേവിച്ചൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് കട്ട്ലറ്റിന് വേണ്ടിയിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം കൂടിയിട്ട് ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് നമ്മൾ വഴറ്റണം കേട്ടോ. വഴറ്റി കഴിഞ്ഞിട്ട് ഇത്തിരി ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ കീമയാക്കി വെച്ചേക്കുന്ന ആ ഒരു ബീഫ് മിക്സിയിൽ അടിച്ചാണ് എടുത്തത് കേട്ടോ. അത് വെറുതെ ഉപ്പിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ ഒരു സാധനങ്ങളും അതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് കൂടി പുഴുങ്ങി. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ കുറച്ചധികം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. കാരണം നമ്മൾക്ക് മുട്ടക്കറിക്കും വേണം, ഈ കട്ട്ലറ്റിനും വേണം. അപ്പോൾ ഞാനിന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എൻ്റെ ഫ്രണ്ട് ശ്രീദേവി വീട്ടിൽ വിസിറ്റ് ചെയ്യും. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ദിവസം വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരിക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഡിന്നറിനൊരു വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അത് വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അങ്ങോട്ടേക്ക് വരാൻ നിൽക്കുന്ന സമയത്തായിരുന്നു എൻ്റെ കോള് ചെല്ലണത്. അപ്പോൾ പറഞ്ഞ് ഞാൻ കൊച്ചിയിലേക്ക് വരണുണ്ട്, ഇന്ന് എനിക്കിങ്ങനെ ഒരു ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട്, ഞാനന്ന് രാത്രി അവിടെ സ്റ്റേ ആണ്. അപ്പോൾ ഒരു പണി ചെയ്യാം, ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതിന് ശേഷം പിന്നെ അവരുടെ വീട്ടിലേക്ക് പോകാം. അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസത്തിൽ നമ്മൾ വരാമെന്ന് വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കിയൊന്നും വെച്ചിട്ട് കാര്യമില്ല, കാരണം ഡിന്നറിന് പോകാനുള്ളതാണ്. അപ്പോൾ നമ്മൾ
നമ്മളുടെ ഇവിടെ നിന്ന് ഫുഡ് ഇങ്ങനെ കൊടുക്കുമ്പോൾ അതൊരു പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിഞ്ഞിട്ടല്ലേ ചെല്ലണം. അപ്പോൾ കഴിച്ചിട്ട് വന്നെന്ന് പറയുമ്പോഴത്തേക്കും അവർക്കൊരു വിഷമമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ഒരു ഷവർമ എന്തെങ്കിലും പുള്ളിക്കാരത്തിക്ക് ഇഷ്ടമാണത് ഷവർമ, അപ്പോൾ അതെങ്കിലും മേടിക്കാമെന്ന് വെച്ച്. പക്ഷേ പുള്ളിക്കാരത്തി കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഷവർമയൊക്കെ ഉണ്ടാക്കുന്നത് കുറച്ച് വൈകുന്നേരം ഒരു 6 മണിയോടുകൂടിയൊക്കെയാണ് ഷവർമയൊക്കെ ആയി വരണത്. അപ്പോൾ നേരത്തെ തന്നെ ആളിത് എത്തിക്കഴിഞ്ഞ്, അതുകൊണ്ട് ഞാനൊരു കട്ട്ലറ്റ് മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഏതായാലും റോജർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഒന്ന് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കാം. ഒരുപാട് കഴിക്കാൻ പറ്റൂലല്ലോ, പുള്ളിക്കാരിക്ക് പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ നമ്മളുടെ ശ്രീദേവി ലേമറിഡിയൻ എൻ്റെ ഓണറിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഹൈ സാലറിയൊക്കെ വാങ്ങിച്ച് ജോലി ചെയ്യുന്ന ഒരാളാണ് ശ്രീദേവി. പക്ഷേ എന്താണ്, ഡൗൺ ടു എർത്താണ്, അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ശ്രീദേവിയായിട്ടുള്ളൊരു കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1ാം ക്ലാസ് തുടങ്ങിയിട്ട് 10 വർഷം ഞങ്ങൾ ഒന്നിച്ച്, പിന്നെ ഞങ്ങൾ പ്രീ ഡിഗ്രിക്കും ഒരേ ക്ലാസ്സിൽ, പിന്നെ ഞങ്ങൾ ഡിഗ്രിക്ക് 3 കൊല്ലം ഒരേ ക്ലാസ്സിൽ. അപ്പോൾ അങ്ങനെ അത്രയും വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ് ശ്രീദേവിയുടെ വീട്. അപ്പോൾ അങ്ങനെ അന്ന് മുതലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇതുവരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് അഴക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചാറ്റ് ചെയ്യുക, ഇങ്ങനത്തെ ഒരു സംഭവങ്ങളുമില്ല. ഞങ്ങൾ ചിലപ്പോൾ സംസാരിക്കുകയും ചാറ്റ് ചെയ്യുകയും ചെയ്യണത് ഒരു 6 മാസത്തില, അല്ലെങ്കിൽ ചിലപ്പോൾ 1 കൊല്ലത്തിലൊരിക്കല, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും വിട്ടുപോകാതെ ഇത്രയും വർഷങ്ങളോളം നിന്നതും അതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ ഓർക്കാറുണ്ട്. നമ്മൾ തോന്നുമ്പോഴൊക്കെ ചാറ്റ് ചെയ്യുകയും കൂടുതൽ കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കുമാണ് ബന്ധങ്ങളിൽ വിള്ളൽ വരണതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ബന്ധപ്പെടാതെ എന്നാൽ നമ്മളുടെ ആ ഒരു ഭയങ്കര ഒരു ബോണ്ട് എന്നും നിലനിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രീദേവി വന്ന് ശ്രീദേവിക്ക് ഞങ്ങളൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് റോജർ കൊടുത്തൊരു ഗിഫ്റ്റായിരുന്നു. റോജറിനെ ശ്രീദേവി എനിക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ള, കാരണം റോജറിന് ശ്രീദേവി ആര് നേരത്തെ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റോജർ ഇപ്പോൾ വേറൊരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തേക്കുന്നത് കൊണ്ട് ആ ഒരു ഇതിൽ വേണ്ടിയിട്ട് അങ്ങനെ പുതിയൊരു കമ്പനിയിലേക്ക് കയറണല്ലേ. അപ്പോൾ അതിന് മുൻപായിട്ട് ശ്രീദേവി എനിക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് വരുത്തിയതാണ്. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അതിൻ്റെ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ ചായ എടുത്തിട്ടില്ല. അപ്പോൾ അതിന് മുൻപ് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും, അപ്പോൾ ശ്രീദേവിനെ ഞാനൊന്ന് ഒരുക്കി എടുത്താണ്ട്. ശ്രീദേവി ഒരു മേക്കപ്പും ചെയ്യില്ല, പച്ചയായി വരുന്ന ഒരാളാണ്. ഒന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ വരും, ഡ്രസ്സിട്ട് അത്രയേ ഉള്ളൂ. മുടിയൊക്കെ തോന്നിയ പോലെയൊക്കെ കെട്ടി, അങ്ങനെ വലിയൊരു നോട്ടമൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പം ഞാൻ പിടിച്ച് നിർത്തി ഇത്തിരി ലിപ്സ്റ്റിക്ക് ഇട്ട് കണ്ണൊക്കെ എഴുതി കൊടുത്ത്, പിന്നെ നല്ല വെളുത്ത ആളായതുകൊണ്ട് തന്നെ പൗഡറൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നേരത്തെയും ഇവിടെ വരുമ്പോൾ ഞാൻ വേഗം തന്നെ പിടിച്ചിരുത്തിയിട്ട് ഇത്തിരി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി കൊടുക്കുമ്പോൾ എന്ത് രസമാണ് ഗ്ലാഡിസ് എന്നെ ഇങ്ങനെ ഇത് ഗ്ലാഡിസ് മേക്കപ്പ് ചെയ്യുമ്പോൾ എന്ത് സന്തോഷമാണ് എനിക്കെന്നൊക്കെ എൻ്റെ അടുത്ത് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ എപ്പോഴും ഇവിടെ വരുമ്പോഴത്തേക്കും അങ്ങനെ ഫോട്ടോ എടുക്കും. അപ്പോൾ നിങ്ങൾ നേരത്തെയും കണ്ടിട്ടുണ്ടാകും ശ്രീദേവിയുടെ മോളുടെ വിവാഹത്തിന് ഞാൻ പോയത്, അവരെല്ലാവരും കൂടി നമ്മളുടെ വീട്ടിൽ വിസിറ്റ് ചെയ്തത് എല്ലാം നമ്മൾ നേരത്തെ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് വിസിറ്റ് ചെയ്യുന്നത്, 4 വർഷത്തിന് ശേഷമാണെന്ന് ഓർക്കണം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ഒരു 2-3 മാസത്തിനിടയ്ക്കൊക്കെ കുറച്ച് സംസാരിച്ചിട്ടുണ്ട്, കുറേ അധികം നേരമൊക്കെ സംസാരിക്കും. അല്ലാതെ എല്ലാ ദിവസവും അങ്ങനത്തെ ബന്ധങ്ങൾ അതൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം പോയിട്ട് കട്ട്ലറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തതാണ്. കട്ട്ലറ്റൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയൊക്കെ എടുത്ത്, പിന്നെ ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നത് അതും കൂടി എടുത്ത് വെച്ച് ചായയും ഇട്ട്, എന്നിട്ട് പിന്നെ റോജർ വർക്കായതുകൊണ്ട് റോജറിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. റോജർ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് പോകാമെന്നും പറഞ്ഞ്. അപ്പോൾ നമ്മളുടെ റൂബി കുഞ്ഞിനെ ശ്രീദേവിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല കേട്ടോ. ഇഷ്ടത്തിൻ്റെ അല്ല, അവർക്ക് അങ്ങനെ ഈ പെറ്റ്സ് ഒന്നും അവർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് റൂബീനെ ബെൽറ്റൊക്കെ ഇട്ടിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ റൂബി കൂട്ടിലിട്ട് കഴിഞ്ഞാലേ ഭയങ്കര കുറയിരിക്കുള്ളൂ. വന്ന ആളുകൾക്കും ശല്യമാണ്, നമ്മൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കൂല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ കുറയൊന്നും ഇല്ലാതെ എൻ്റെ അടുത്ത് ഇരുന്നോളും. അപ്പോൾ റൂബി കുഞ്ഞിനെ കൊണ്ട് പുറത്തേക്ക് പോകാമെന്ന് ആദ്യം പറഞ്ഞെങ്കിലും നമ്മൾക്കിങ്ങനെ റെസ്റ്റോറൻറ്റിലൊക്കെ കയറണ്ടേ എന്നും പറഞ്ഞിട്ട് റൂബിനെ കൊണ്ടുപോയില്ല. ഞങ്ങൾ 4 പേരും കൂടി പോകുന്നുണ്ട്. അപ്പോൾ ശ്രീദേവിയുടെ കാർ എടുത്തില്ല, കാരണം അത് ഇത്തിരി വലിയ കാറായതുകൊണ്ട് തന്നെ അവിടെ പാർക്കിങ്ങിനൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളുടെ ഈ കുഞ്ഞു കാറിൽ തന്നെയാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ ശ്രീദേവി കാണുന്നുണ്ടെങ്കിൽ ഈ ഫോർട്ട് കൊച്ചിയിലൊന്നും വലിയ അറിവൊന്നുമില്ല, ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല ശ്രീദേവിക്ക്. പുള്ളിക്കാരി വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് തൃപ്പൂണിത്തുറക്കാ പോയത്. ഇപ്പോൾ അവർ താമസിക്കുന്നത് മരടിലാണ്. അപ്പം നമ്മൾ അവരുടെ വീട്ടിലും കുറച്ച് ഒരു വർഷം മുൻപ് പോയിട്ടുണ്ടായിരുന്നു. ശ്രീദേവിയുടെ അമ്മ മരിച്ചപ്പോഴത്തേക്കോ
അവിടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തവണ മാത്രമേ അങ്ങോട്ട് പോയിട്ടുള്ളൂ. പിന്നെ ശ്രീദേവിക്ക് ഒറ്റ മോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ മോളും ഭർത്താവും കുഞ്ഞും ഒക്കെ ആയിട്ട് അവരവിടെ താമസിക്കുന്നത്. പിന്നെ ശ്രീദേവിയുടെ ഹസ്ബൻഡാണെന്നുണ്ടെങ്കിലും വിദേശത്ത് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ, ഹരി. അപ്പം അങ്ങനെ ശ്രീദേവിയുടെ ശ്രീദേവിയുടെ ചേച്ചിയുടെ മക്കളുടെ വിവാഹത്തിനൊക്കെ നമ്മൾ പോകാറുണ്ട് കേട്ടോ. എല്ലാത്തിനും നമ്മൾ അവിടെ പങ്കുകൊള്ളാറുണ്ട്. അപ്പം അങ്ങനെ കുടുംബമായിട്ട് തന്നെയും നല്ല ബന്ധമുണ്ട്. നമ്മളുടെ ആ ഒരു കുട്ടിക്കാലത്തെ ബന്ധം അത് വളരെ ഹെൽത്തി ആയിട്ട് ഇക്കാലം വരെയും അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ. നമ്മളുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമുക്ക് പല സ്ഥലത്ത് വെച്ചും പല ഫ്രണ്ട്സിനെയും കിട്ടാറുണ്ട്. പക്ഷേ നമ്മൾ ഒന്നിച്ച് കുട്ടിക്കാലം മുതലേ കണ്ട് അങ്ങനെയുള്ളൊരു ബന്ധത്തിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത്. നമ്മൾ ഓരോ കാലഘട്ടങ്ങളിലും പുതിയ പുതിയ ബന്ധങ്ങൾ അങ്ങനെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് വരാറുണ്ട്. പക്ഷേ അതല്ല, ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇഷ്ടം തോന്നുക. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ? ഒന്ന് പറയണേ കേട്ടോ. ഇതുപോലെയുള്ള വർഷങ്ങളോളമുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ നിങ്ങൾ സൂക്ഷിച്ച് കൊണ്ടുപോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻസിൽ പറയണം കേട്ടോ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീദേവി വിവാഹം കഴിച്ച് തൃപ്പൂണിത്തുറയിലേക്കാണ് പോയത്. ഞാൻ വിവാഹം കഴിച്ച് ഫോർട്ട് കൊച്ചിയിലേക്കാണ് വന്നത്. അപ്പോൾ ഈ ഫോർട്ട് കൊച്ചിയിലെ ഭംഗി കാര്യങ്ങളൊക്കെ എനിക്ക് എപ്പോഴും സ്വന്തമല്ലേ. ശ്രീദേവി ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് തന്നെ ശ്രീദേവിക്ക് ഇതൊക്കെ അത്ഭുതങ്ങളായിരുന്നു ശരിക്കും. എന്തൊരു ഭംഗിയാണ് ഗ്ലാഡിസ് ഇത് കാണാൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഇന്നത്തെ ദിവസം. ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം പുള്ളിക്കാരിക്ക് ഇങ്ങനെ കൊണ്ടു നടക്കാനൊന്നും ആളില്ല. കാരണം മോനും മരുമോളും ഒക്കെ വർക്ക് ചെയ്യുന്നവരാണ്. പിന്നെ കുഞ്ഞുമുണ്ട്, പുള്ളിക്കാരിക്ക് ജോലിക്കും പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും തിരക്ക് പിടിച്ച ജീവിതമാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം പുള്ളിക്കാരത്തി ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. അതായത് ഫ്രീ ബേർഡായിട്ട് ഒരു ചിന്തകളും ഇല്ലാതെ ഞങ്ങളുടെ കൂടെ അങ്ങനെ വന്നിട്ടാണ്. ഭയങ്കര സന്തോഷമായിരുന്നു പുള്ളിക്കാരത്തിക്ക്. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഷോപ്പ് ആൻഡ് സേവിൽ കയറാതെ പോരുമില്ലല്ലോ. അങ്ങനെ ഷോപ്പ് ആൻഡ് സേവിൽ കയറി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചപ്പോൾ 4ാമത്തെ തവണയായിട്ടാണ് ഷോപ്പ് ആൻഡ് സേവിൽ കയറി സാധനങ്ങൾ മേടിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ ലോഫേഴ്സ് കോർണറിൽ തന്നെ കയറിയിട്ട് അവിടെ നിന്ന് പാസ്ത കഴിക്കാം. കാരണം ലൈറ്റായിട്ട് കഴിച്ചാൽ മതി, കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ കട്ട്ലറ്റ് ആണെങ്കിൽ ഒരുവിധം കഴിച്ചിട്ടുണ്ടായിരുന്നു ശ്രീദേവിക്ക് ഇഷ്ടമാണ് കട്ട്ലറ്റ്. പിന്നെ ഗുലാബ് ജാമുനും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് മറ്റേ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ഡിന്നറിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോഫേഴ്സ് കോർണറിൽ കയറിയിട്ട് ആ ഒരു പാസ്ത കഴിക്കാമെന്ന് വെച്ച് ഞങ്ങൾ ലോഫേഴ്സ് കോർണറിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സീറ്റ് പോലും ഇല്ല. എല്ലാം ആൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട്, നിറയെ ആളുകളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് ഇറങ്ങിയിട്ട് ഈ ഷോപ്പ് ആൻഡ് സേവിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതുമൊക്കെ ഈ ഫോറിനേഴ്സിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്ന റെസ്റ്റോറൻ്റാണ്. എങ്കിൽ തന്നെയും അവിടെ ഒന്ന് കയറി എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് റോജർ ഞങ്ങളെ വിളിച്ച് അങ്ങോട്ടേക്ക് പോകണേണ് കേട്ടോ. അപ്പോൾ ഷോപ്പ് ആൻഡ് സേവിൽ നിന്ന് മേടിച്ച സാധനങ്ങളെല്ലാം നമ്മളുടെ കയ്യിലുണ്ട്. ഇത് കൊണ്ടുപോയിട്ട് കാറിലും വെക്കണം. അപ്പോൾ റോജർ പറഞ്ഞ് ഏതായാലും കാർ ഇത്തിരി ദൂരെ കിടക്കണേണ്, നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് കാറിൽ കൊണ്ടുപോയി വെക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്താണ് വായിക്കാൻ പോലും വലിയ പിടുത്തം കിട്ടണില്ല. ട്രോവെയിൽ എങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. ഏതായാലും ഞങ്ങൾ അതിനകത്ത് കയറി. ശരിക്കും നമ്മൾ ഫോറിൻ കൺട്രികൾ ചെല്ലുമ്പോൾ ഉള്ള ആ ഒരു സ്റ്റൈലിൽ ആണ് അവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ സെറ്റിങ്സ് എല്ലാം ചെയ്തേക്കണത്. പിന്നെ ക്രിസ്മസിൻ്റെ ഒരു ഡെക്കറേഷൻസ് എല്ലാ സ്ഥലത്തും കാണാം. അതുപോലെ ഇവിടെയും ഉണ്ട്. ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ മുകളിൽ നല്ലൊരു തട്ടിട്ടേക്കുന്ന പോലെ ഒരു ഹാങ്ങിങ് പോലെ കുറേയധികം ബോൾസ് എല്ലാം ഇട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അതൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കോഫിയുടെ സ്മെല്ലാണ്, അതായത് പ്യുവറായിട്ടുള്ളൊരു കോഫിയില്ലേ അങ്ങനത്തെ ഒരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സ്മെല്ലും പിന്നെ അവിടുത്തെ ആംബിയൻസ് എല്ലാം കൂടിയിട്ട് നമുക്ക് ഭയങ്കര സന്തോഷം. ശ്രീദേവിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, എവിടെ നിന്നാലും ഒരു ഫോട്ടോയൊക്കെ എടുക്കും ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മളൊരു പാസ്തയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ക്യാപ്പിച്ചിനോ, പിന്നെ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഡ്രിങ്ക്, എല്ലാം സൂപ്പറായിരുന്നു. പക്ഷേ പാസ്ത കുറച്ച് വേവ് കുറവായിരുന്നു. അങ്ങനെ ഒരു കുഴപ്പം തോന്നി. ടേസ്റ്റ് അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ ഇത്രയുമായി നമ്മൾ എടുത്തിട്ടുണ്ടാകുന്നുള്ളൂ. അല്ലാതെ കൂടുതൽ കഴിക്കാൻ പറ്റിയൊരു സമയം ഞാൻ പറഞ്ഞിരുന്നില്ല, കൂടുതൽ ഫുഡ് കഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് തന്നെ ഞങ്ങൾ 3 ആളും കൂടിയിട്ടൊക്കെ കഴിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ, നമ്മളിപ്പോൾ സാധാരണ ഒരു കടയിൽ കയറിയിട്ട് ഒരു 10 പേര് കഴിക്കണ പൈസയാകും കേട്ടോ. നമ്മൾ ഈ ഒരു സാധനം 3 പേര് കഴിക്കുമ്പോൾ അത്രയും പൈസയാകും. അതാണ് ഇവിടത്തേക്ക് ഒരു
പ്രത്യേകത. പൈസയൊക്കെ നല്ല കൂടുതലാണ്, എങ്കിലും നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമല്ല ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ സംഭവം കൊള്ളാം, നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടി അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ച് അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അങ്ങനെ നടന്ന് കാറിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് നമ്മളുടെ സാധനങ്ങളെല്ലാം വെച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ബിഷപ്പ് ഹൗസിലേക്കൊക്കെ ഒന്ന് പോയി. കാരണം ബിഷപ്പ് ഹൗസിലൊക്കെ നല്ലതായിട്ട് തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി പോയി കാണാനാണ് അത് നല്ലൊരു ഭംഗി. അപ്പോൾ ശ്രീദേവിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ബിഷപ്പ് ഹൗസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ പോയി അപ്പോൾ അങ്ങോട്ട് പോകുന്ന ആ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് ഈ പോണത് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഏകദേശം എല്ലാ ഡെക്കറേഷൻസും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ പല ദിവസങ്ങളിലായി പോയി കുറച്ചായിട്ട് അവർ ചെയ്യുന്നത് കണ്ട് അങ്ങനെ നിന്നുകൊണ്ട് ഇന്നിപ്പം മനസ്സിലായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. എന്തൊരു ഭംഗിയാണെന്നറിയാമോ, ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം ഇതൊരു ക്രിസ്മസ് ടൈമിൽ ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയായിട്ടാണ് ഇവരുടെ അലങ്കാരങ്ങളെല്ലാം. ഒരുപാട് പണം ചിലവാക്കിയിട്ടുള്ള അലങ്കാരങ്ങളാണ്. അങ്ങനെ അവിടെയൊക്കെ നിന്ന് 1-2 ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ പതിയെ കാഴ്ച കണ്ട്. അപ്പോൾ ഈ പോകേണ്ട വീട്ടിൽ അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീദേവിനെ, എന്തേ വരാറായെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പറഞ്ഞ് ഞാൻ കുറച്ചും കൂടി ലേറ്റായിട്ട് വരുള്ളൂ. കാരണം പുള്ളിക്കാരിക്ക് ഇവിടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ നാട് തന്നെയാണോ എന്നുള്ളൊരു സംശയമായിപ്പോയി. കാരണം ശ്രീദേവി ഇവിടേക്കൊന്നും അങ്ങനെ വരാറേ ഇല്ല. എന്നെ സംബന്ധിച്ച് വിവാഹം കഴിച്ചിട്ട് ഇവിടേക്ക് തന്നെ വന്നേക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു എപ്പോഴും ഇത് കാണാൻ സാധിക്കുക. ശ്രീദേവിക്ക് വിവാഹം കഴിച്ച് വേറെ സ്ഥലത്തേക്കല്ലേ പോയേക്കുന്നത്. ഇപ്പോൾ എൻ്റെ ചേച്ചിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ ഇവിടുത്തെ ഫോട്ടോ വെച്ചിട്ട് കാര്യം പറയുമ്പോൾ ചേച്ചി പറയും നമ്മുടെ നാടാണെന്നുണ്ടെങ്കിലും അതിപ്പോൾ നമുക്ക് മറന്നുപോയി, കാരണം വിവാഹം കഴിച്ച് പോയത് വേറെ സ്ഥലത്തേക്കായി. അപ്പോൾ അത് ആണ് എൻ്റെ ഒരു സന്തോഷം, എനിക്ക് ഇവിടെ തന്നെ നിൽക്കാൻ സാധിച്ചതിൽ. അപ്പോൾ നമ്മളുടെ എസ്രയുടെ വീടിൻ്റെ അതിൽ കൂടിയൊക്കെ പോരുമ്പോഴത്തേക്കും അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോന്നെയാണ്. ഞങ്ങൾ എപ്പോഴും ഇവിടെ വരും, എസ്രയുടെ വീട് കാണും, പ്രേതം പോലെ തോന്നുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറയണേ കേട്ടോ. അപ്പോൾ ശ്രീദേവി ഇങ്ങനെ വേറെ ഏതോ ലോകത്താണ് കേട്ടോ. അത്രയും ഹാപ്പി ആയിട്ടാണ് നടക്കുന്നത് കേട്ടോ. എന്നിട്ട് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഇത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു ഇന്നെന്നുള്ളത്. അപ്പോൾ ഇനിയും ഇതുപോലെ ഒരു ദിവസം വന്ന് ഇവിടേക്ക് ഇനിയും നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ഇനിയിപ്പോൾ റോജറും എല്ലാവരും പോകുമല്ലോ. അപ്പോൾ റയനാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കഴിഞ്ഞിട്ട് കോൾസ് ഒന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ ക്രിസ്മസിലേക്ക് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവന് ക്രിസ്മസ് കൂടിയിട്ട് ഒന്ന് ആഘോഷിച്ച്, എനിക്കാണെങ്കിൽ അവൻ ക്രിസ്മസിന് ഉണ്ടാവണം എന്നൊരു ഭയങ്കര ഒരു ആഗ്രഹവുമാണ്. അപ്പോൾ അങ്ങനെ റയൻ്റെ കോള് വന്നിട്ടില്ല. ഞങ്ങൾ വിചാരിച്ചത് ഈ ഒരു സമയത്തിനുള്ളിൽ റയൻ പോയി കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ കോള് വന്നിട്ടില്ല. എങ്കിലും മെഡിക്കൽ ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു പ്രശ്നമില്ല. അതാണ് റയന്റെ വിശേഷം. അത് നോക്ക്, സ്റ്റാർ ഉണ്ടാവും കേട്ടോ. ഇതാണ് ബസിലിക്ക. ഈ വഴി മുഴുവൻ നല്ല കത്തിക്കണ സ്റ്റാർ ഉണ്ട്, വലിയൊരു സ്റ്റാർ ഉണ്ടല്ലോ. തന്റെ ഫോൺ തന്നെയാണ് ഇത്. അങ്ങനെ നമ്മളിത് ബിഷപ്പ് ഹൗസിലേക്ക് കയറിയിട്ട് പിന്നെ ശ്രീദേവിക്ക് പറയണ്ട അത്ര സന്തോഷമായിരുന്നു. കാരണം ഇവിടെ ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി തുറന്നിട്ട് കൊടുത്തേക്കണേണ് ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര അതിമനോഹരം എന്ന് പറയാം ഇവിടുത്തെ കാഴ്ചകൾ. കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ വേറെ രീതിയിലുള്ള ക്രിസ്മസിൻ്റെ ആ ഒരു ക്രിബ് സെറ്റിങ് അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷവും ഇവിടെ ഓരോ ഇതായിരിക്കുള്ളൂ. ഇത്തവണ നമ്മളുടെ മെത്രാൻ്റെ ഓർഡിനേഷൻ നടന്നുകൊണ്ട് തന്നെയും ഇവിടുത്തെ അലങ്കാരങ്ങൾ ഇത്തിരി കൂടുതലാണ്, അതിനു കൂടി വേണ്ടിയിട്ടുള്ള അലങ്കാരങ്ങളാണ്. അപ്പോൾ ഇത് കണ്ട നിറയെ ആളുകളാണ്. ബിഷപ്പ് ഹൗസൊക്കെ ക്ലോസ് ആണ് കേട്ടോ, അവിടേക്കൊന്നും നമുക്ക് കയറാൻ പറ്റില്ല, അതെല്ലാം ക്ലോസ് ചെയ്തിട്ടേക്കുന്നത്. ഇതിപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് നമുക്ക് അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ ഇവിടുത്തെ വീഡിയോ വെച്ചിട്ട് നമ്മൾ മാത്രം കാണുന്നുള്ളൂ.